ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കുന്ന പെരുമറ്റം പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശവാസികൾ ഉയർത്തിയ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരുമറ്റം പാലത്തിലെ വീതികൂട്ടൽ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് പെരുമറ്റം പാലത്തിന്റെ വീതി വർദ്ധിപ്പിച്ചത്. പാലത്തിന് ഇരുവശവും 13 മീറ്ററോളം വീതി ഉണ്ടായിരുന്നു. എന്നാൽ പെരുമറ്റം പാലത്തിന് 8 മീറ്റർ മാത്രമാണ് വീതി ഉണ്ടായിരുന്നത്. റോഡ് വികസിച്ചതിനൊപ്പം പാലത്തിന്റെ വീതി കൂട്ടാത്തത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. ഇതേ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് എം പി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അലൈൻമെന്റിൽ മാറ്റം വരുത്തി പാലത്തിന്റെ വീതി വർദ്ധിപ്പിച്ചത്. 5 മീറ്റർ കൂടി വീതി വർദ്ധിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാലത്തിന്റെ വീതി വർദ്ധിക്കുന്നതോടെ ഗതാഗതം സുഗമമാകുകയും ഗതാഗതക്കുരുക്ക് ഒഴിവാകുകയും ചെയ്യും. 3 സ്പാനുകളിലായി 75 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. പാലനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കുണ്ടായിരുന്ന ആശങ്കയും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡീൻ കുര്യാക്കോസ് എം പിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ഇന്ന് പാലം നിർമ്മാണം സന്ദർശിച്ചത്. പെരുമറ്റം പാലത്തിന് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 75 മീറ്ററോളം വരുന്നുണ്ട്. 3 സ്പാനുകളിലായിട്ടായിരുന്നു നേരത്തെ ഈ പാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ട്രാഫിക് ഉള്ള സമയത്ത് ഈ പാലത്തിൽ വരുന്ന ഒരു സ്ഥിതിയിൽ അത് നല്ല നിലയിൽ വീതി കൂട്ടി പണിയുന്നതിന് വേണ്ടി ഏകദേശം 5 മീറ്ററോളം വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അത് എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള നാഷണൽ ഹൈവേയുടെ അലൈൻമെൻറ്റിൽ തന്നെ ഈ പെരുമറ്റം പാലത്തിന് 13 മീറ്ററായി അതിൻ്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ ഉണ്ടായിരുന്നത് 8 മീറ്റർ ആയിരുന്നു. 5 മീറ്റർ കൂടി കൂട്ടി 13 മീറ്ററാക്കി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടിയാണ് അവിടെ പാലിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പെരുമറ്റം പാലത്തിന് 15 മീറ്റർ വീതിയായി വർദ്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ടൗൺ ഡെവലപ്മെൻറ്റ് ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ പെരുമറ്റം പാലത്തിൻ്റെ വീതി കൂടി വർദ്ധിപ്പിക്കപ്പെടുക വഴിയായി കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കുറെ കൂടി സൗകര്യാർത്ഥം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. പാലത്തിന്റെ വീതി കൂട്ടുന്നതിന് മുൻപ് പ്രദേശവാസികൾ കാൽനടയായി ഉപയോഗിച്ചിരുന്ന ഒരു അണ്ടർ ബൈപ്പാസ് ഈ പാലത്തിനടിയിൽ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ പാലത്തിന്റെ വീതി കൂട്ടിയതോടെ ഈ അണ്ടർ ബൈപ്പാസ് നഷ്ടമാകുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്ക് നിലനിന്നിരുന്നു. എന്നാൽ എം പി സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ഇതിന് കൃത്യമായ ഉത്തരവും നൽകിയിട്ടുണ്ട്. അണ്ടർ ബൈപ്പാസ് യാതൊരു കാരണവശാലും നഷ്ടപ്പെടുകയില്ലെന്നും പുതിയ പാലത്തിന്റെ വീതി കൂട്ടിയ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പഴയതുപോലെ അണ്ടർ ബൈപ്പാസ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അവസരത്തിൽ പ്രദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തടസ്സം ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക ചില മേഖലയിൽ നിന്നുണ്ടായി. പക്ഷേ അതുണ്ടാകുന്നില്ല. അണ്ടർ പാസേജ് എന്നുള്ള നിലയിൽ ഒരു നടപ്പ് വഴി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലും പുതിയ ഒരു പാസേജ് പാലത്തിനടിയിലൂടെ നടന്നു പോകുന്നതിന് വേണ്ടി മറ്റ് പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. നടപ്പ് വഴിയാണ്. ആ നടപ്പ് വഴി 100% ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ജനറലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് വർക്ക് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വാർഡ് കൗൺസിലർമാരായ CM ഷുക്കൂർ, മുഹമ്മദ് ചെറുകപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യു വർക്കി എന്നിവർക്കൊപ്പമാണ് ഡീൻ കുര്യാക്കോസ് എം പി സന്ദർശനത്തിനെത്തിയത്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.